ജോലിയുടെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ വൈഫ് അല്ലെങ്കിൽ സ്പൗസ് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ആ ഒരു ട്രാൻസിഷനിലേക്ക് വരാനായിട്ട്, നമ്മൾ ആ നോർമൽ ലൈഫിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ പാർട്ട്ണറും എന്ത് സ്പേസിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഓരോരുത്തരും വളർന്നു വരുന്ന സാഹചര്യങ്ങളും എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പോ രണ്ട് എക്സ്ട്രീംലി ഡിഫറെന്റ് പൊളാരിറ്റീസിലുള്ള രണ്ടുപേര് ഒന്നിച്ച് വരുമ്പോഴത്തേക്കും എങ്ങനെ അവർക്കത് മേക്ക് ഷുവർ ചെയ്യാം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് അഗൈൻ ഓവർ ഹിയർ ഇസ് ടു കമ്മ്യൂണിക്കേറ്റ്. ബ്രിങ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ടോക്ക് അബൌട്ട് ഇറ്റ്, ടോക്ക് അബൌട്ട് യുവർ ഡിഫറൻസസ്. ഇറ്റ്സ് വെരി വെരി നോർമൽ. എല്ലാവരുടെയും ഇടയിൽ വ്യത്യസ്തമായ ചിന്താഗതികളും കാര്യങ്ങളും അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്ന രീതി ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയല്ലേ ഭർത്താവ്, അല്ലെങ്കിൽ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും? ഇപ്പൊ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, കുറച്ചൊക്കെ കുറ്റപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സർട്ടൻ ലെവലെത്തി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും. തീർച്ചയായും അത് പറഞ്ഞ കുറ്റം അല്ലെങ്കിൽ പരാതിയെ പറയാനുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് വരും. ഇത് നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ സാധിക്കും? വളരെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന ആളാണ്, വളരെ പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും. ചിലപ്പോ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി വിട്ടിട്ട് ആള് വളരെ കൂളാവും. ഇങ്ങനെ വരുന്ന ഒരു കേസിൽ എങ്ങനെ ഡീൽ ചെയ്യാൻ സാധിക്കും? ഇപ്പൊ ഒരു വൈഫ് ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ സ്ട്രെസ്ഡ്, മേ ബി വർക്ക് റിലേറ്റഡ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ റിലേറ്റഡ് ഒക്കെ ആയിരിക്കാം. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ജനറലി എങ്കിൽ സോ ഇനി ഞാൻ ചോദിക്കാൻ പോണതിൽ ചിലതൊക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത് പോലെ ജോലിയുടെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ വൈഫ് അല്ലെങ്കിൽ സ്പൗസ് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ആ ഒരു ട്രാൻസിഷനിലേക്ക് വരാനായിട്ട്, നമ്മൾ ആ നോർമൽ ലൈഫിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ പാർട്ട്ണറും എന്ത് സ്പേസിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഈ പറഞ്ഞ പാർട്ട്ണറും ചിലപ്പോൾ ഒരു ഹെവി ഡേ കഴിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സോ മേ ബി ആസ് കപ്പിൾസ് നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ടാളും എന്തൊക്കെയാണോ ആ ഡേയിൽ ഉണ്ടായിരുന്ന സ്ട്രെസ് എന്തൊക്കെയാണോ അണ്ടർഗോ ചെയ്ത് വെച്ചാൽ അത് രണ്ടുപേരുടെയും ലൈഫിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് രണ്ടാളും കുറച്ചൊരു കൂളിംഗ് സ്പേസ് എടുക്കുക. മേ ബി അത് നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആവാം. മേ ബി നിങ്ങൾ ഒരുമിച്ച് ഒരു സ്പോർട്ട് കളിക്കാൻ പോകുന്നതാവാം, ഒരുമിച്ച് ജിമ്മിൽ പോകുന്നതാവാം, അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാവാം, നടക്കാൻ പോവുക എന്നുള്ളതാവാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. നിങ്ങൾ ആസ് എ കപ്പിൾ ഒരുമിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിലും ഒരുമിച്ച് എന്തെങ്കിലും ഒരു സിനിമ കാണാം എന്നുള്ളതാവാം. ആൻഡ് ദെൻ നിങ്ങളൊന്ന് കൂൾ ഡൗൺ ആയി കഴിഞ്ഞ് ഈ പറഞ്ഞ നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഒന്ന് കാം ഡൗൺ ആയി കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റിൽ നിന്ന് വന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഓക്കെ ഐ ഹാവ് കം ബാക്ക്, ഞാൻ കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആണ് ഇപ്പോൾ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലും എൻ്റെ എൻവയോൺമെൻ്റ് ആയിട്ടൊന്ന് സിങ്ക് ആയി എന്ന് തോന്നുന്ന സമയത്ത് മേ ബി ഹാവ് എ കോൺവെർസേഷൻ അബൌട്ട് ഇറ്റ്. വാട്ട് ഹാപ്പൻഡ് ഇൻ യുവർ ഡേ, എന്തൊക്കെയാണ് നിങ്ങൾ ഇന്ന് വർക്കിൽ എന്തൊക്കെയാണ് ഉണ്ടായത്, ഹൗ ഇസ് ഇറ്റ് സ്ട്രെസ്ഫുൾ, അല്ലെങ്കിൽ വൈഫിൻ്റെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടായത്, വൈഫിന് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായിരുന്നു, അത് വീട്ടിൽ ഉള്ള എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ഓവർലോഡ് കാരണമാണെങ്കിൽ അങ്ങനെ, അല്ല സ്പൗസ് ഇതേപോലെ വർക്ക് ചെയ്യാൻ പോയിട്ട് അവിടുത്തെ വർക്കിൻ്റെ എന്തെങ്കിലും പ്രഷർ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബബ്ലി ഫാമിലിയിലുള്ള എന്തെങ്കിലും കൺസേൺസ് ഷെയർ ചെയ്യാനാണെങ്കിൽ അങ്ങനെ. രണ്ടുപേർക്കും പ്രോബബ്ലി കൂളിംഗ് ഓഫ് ടൈം വേണം. രണ്ടുപേരും ഈ പറഞ്ഞ പോലെ ബോയിൽഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഡിസ്കഷനിൽ പോകുന്നതിന് പകരം കൂൾ ഓഫ്, calm your nervous system down, then come back and definitely sit down and talk about it. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഉണ്ടാവുന്നത് എന്താ, നമ്മൾ കൂൾ ഓഫ് ആവും, പിന്നെ ആ ഫ്ലോയിൽ അങ്ങോട്ട് പോവും, പിന്നെ നമ്മൾ സംസാരിക്കാൻ മറക്കും, പിന്നെ എന്താവും പിറ്റേ ദിവസം അതൊരു ആഡഡ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറും. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളൊരു പോയിന്റായി മാറും. സോ ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു കം ബാക്ക് ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ പലരും, ഇപ്പോൾ കപ്പിൾസ് തന്നെ നമുക്ക് എടുക്കാം,
ഓരോരുത്തരും വളർന്നു വരുന്ന സാഹചര്യങ്ങളും എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ രണ്ട് എക്സ്ട്രീംലി ഡിഫറെൻ്റ് പൊളാരിറ്റീസിലുള്ള രണ്ട് പേര് ഒന്നിച്ച് വരുമ്പോഴത്തേക്കും എങ്ങനെ അവർക്കത് മേക്ക് ഷുവർ ചെയ്യാം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം? ഡിഫറൻസസ് ഉണ്ടാവാതിരിക്കില്ലല്ലോ, തീർച്ചയായിട്ടും. ഐ തിങ്ക് രണ്ടാൾക്കാർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ മോസ്റ്റ് ഓഫൺ ആ ഒരു ഇനിഷ്യൽ ഫേസിലായിരിക്കാം, പ്രോബബ്ലി ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഇനിഷ്യൽ ഫേസിലോ അല്ലെങ്കിൽ അവരൊരു ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിട്ട് ഇനിഷ്യൽ ഫേസിലോ, അത് എനി കപ്പിൾ ഫോർ ദാറ്റ് മാറ്റർ, അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കാം ഈ ക്ലാഷസും കാര്യങ്ങളും വരുന്നുണ്ടാവുക. എന്തുകൊണ്ട് ക്ലാഷസ് വരുന്നു? ബിക്കോസ് രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്, രണ്ടുപേരും രണ്ട് രീതികളിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. അപ്പോൾ പ്രോബബ്ലി ഒരാൾ പറയും ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്തൂടെ എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ഒരു ചോദ്യം. അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയാതെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ഞാൻ വിചാരിച്ച പോലെ ആയിരിക്കും ഇയാൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പല സിനാരിയോസ് ഉണ്ടായിരിക്കാം അവിടെ ഒരു ക്ലാഷ് വരുന്നുണ്ടാവുക. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അഗൈൻ ഓവർ ഹിയർ ഇസ് to communicate. Bring in communication, talk about it, talk about your differences. It's very very normal. എല്ലാവരുടെയും ഇടയിൽ വ്യത്യസ്തമായ ചിന്താഗതികളും കാര്യങ്ങളും അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്ന രീതി ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു വെൻ ദേ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ, ദാറ്റ് ഈ ആൾ ഇങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഇപ്പുറത്തെ ആൾ ഈ ഒരു രീതിയിലാണ് എന്താ പറയുക അവരുടെ ഡെയിലി റുട്ടീൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറേ കാര്യങ്ങൾ മാറും. ആൻഡ് അനദർ തിങ് ഇസ് റെസ്പെക്റ്റിംഗ് ഈച്ച് അതേഴ്സ് ബൗണ്ടറീസ്. എല്ലാ മനുഷ്യന്മാർക്കും അവരവരുടേതായ ബൗണ്ടറീസ് ഉണ്ടാവും. അപ്പോൾ ആ അപ്പുറത്തുള്ള ആളുടെ ബൗണ്ടറീസ് റെസ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്തോറും ഒരു പരിധി വരെ എല്ലാ കൺസേൺസും അതിൽ ഹാൻഡിൽഡ് ആവും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ക്യാൻ വി എൻഷുർ ദാറ്റ് വി ആർ ഫിസിക്കലി ഇൻ ദ സെയിം റൂം, വി ആർ ഓൾസോ സൈക്കോളജിക്കലി പ്രസൻറ്റ് ഫോർ ഈച്ച് അതർ റാദർ ദാൻ ബീയിങ് ഡിസ്ട്രാക്റ്റഡ് ബൈ ഡിവൈസസ് ഓർ വർക്ക് തോട്ട്സ്? അതായത് ഇപ്പോൾ രണ്ടുപേരും ഒരു റൂമിൽ ഫിസിക്കലി ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ സൈക്കോളജിക്കലി അവിടെ ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ മറ്റേ ആൾ ഫോണൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയായിരിക്കാം. ഹൗ ക്യാൻ വി മേക്ക് ഷുവർ ദാറ്റ് ബോത്ത് ആർ പ്രസന്റ് ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി? അതെ, പാർട്ട്നേഴ്സിൽ ഏതെങ്കിലും ഒരാളുടെ ആവശ്യമായിരിക്കാം രണ്ടുപേരും ഒരേ സ്പേസിൽ ഉണ്ടാവണം എന്നുള്ളതോ, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച്. ഐ ഫീൽ ലൈക്ക് ദ ക്വസ്റ്റ്യൻ ഈസ് ഹെഡിങ് ടുവേർഡ്സ് ക്വാളിറ്റി ഓഫ് ടൈം, റൈറ്റ്? അപ്പം വിച്ച് മീൻസ് ദാറ്റ് അവിടെ എവിടേക്കോ ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റി ഓഫ് ടൈം ഏതോ ഒരു പാർട്ട്ണർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാവണം. അപ്പോൾ അതെന്തുകൊണ്ട്, അതെങ്ങനെ എന്നുള്ളത് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രോബബ്ലി ഒരാൾക്ക് കംപ്ലീറ്റ്ലി ഇൻസെക്യൂർ ആവുന്നുണ്ടാവാം, കാരണം എൻ്റെ പാർട്ട്ണർ എൻ്റെ ഒപ്പം ഇനഫ് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ആലോചിച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഏത് നേരവും വന്നു കഴിഞ്ഞാലും ഫോണിൻ്റെ മുകളിലാണ്, ഒന്നും ചെയ്യുന്നില്ല, ഒരു കാര്യം ഒരുമിച്ച് ആസ് കപ്പിൾസ് ചെയ്യുന്നില്ല, ബാക്കി എല്ലാവരും ചിലപ്പോൾ എല്ലാവരും പലതും ചെയ്യുന്നുണ്ടാവും, നമ്മളൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളത് കുഡ് ബി എ കൺസേൺ, ഐ എം അസ്യൂമിങ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഇവരൊരു കോമൺ ഗ്രൗണ്ടിലേക്ക് വരിക, രണ്ട് കപ്പിൾസും സംസാരിച്ച ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് വരിക, അഡ്രസ്സിങ് ദ എലിഫൻറ്റ് ഇൻ ദ റൂം. അതായത് നമ്മളിവിടെ സംസാരിക്കാതിരിക്കുന്ന ഒരു പോയിന്റ് എന്താണോ അതിനെക്കുറിച്ച് അത് അഡ്രസ്സ് ചെയ്യുക. പലപ്പോഴും അത് ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഇത്തരം കൺസേൺസ് കപ്പിൾസ് ഫേസ് ചെയ്യുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആള് വളർന്നിരിക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ട്സിലാണ്, ഫൈനാൻഷ്യലിയൊക്കെ ആയിരിക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ബട്ട് വൈഫ് ഇതിനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്പെൻഡിങ് ആയിട്ടാണ്. ഐ മീൻ ഒരു കാലത്ത് പുള്ളിക്ക് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ പുള്ളി ചിലപ്പോൾ ഇപ്പം ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ആർക്കൊരു പൈസ എറിയുന്നൊക്കെ ഉണ്ടാവും. വൈഫ് ഇതിനെ കാണുന്നതെന്ന് വെച്ചാൽ ഓവർ സ്പെൻഡിങ് ആണ്. അപ്പോൾ ഹൗ ക്യാൻ വി ഫൈൻഡ് എ ഹെൽത്തി മിഡിൽ ഗ്രൗണ്ട് ഓർ ഫൈനാൻഷ്യൽ ഹാബിറ്റ്? പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ മാതിരി രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുമ്പോൾ രണ്ടുപേരുടെ നീഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാൾക്ക് ചിലപ്പോൾ എന്താ പറയുക, ഇല്ലായ്മയിൽ നിന്ന് വരുമ്പോൾ
പെട്ടെന്ന് വെൻ ദേ ഹാവ് മണി ദേ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് അവർ കുറേ കാലമായിട്ട് എനിക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ച കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം ആയിരിക്കും അവർ ആ ഒരു ടൈമിൽ പ്രകടിപ്പിക്കുന്നുണ്ടാവുക. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമ്മൾ അതിലൊരു ലിമിറ്റ് വെച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിലൊരു ബൗണ്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ സ്പെൻഡിങ് ഹാബിറ്റിലൊരു ബൗണ്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു അൺഹെൽതി സൈക്കിളായിട്ട് മാറാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരാൾക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക, സ്പൗസിന് ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രോബബ്ലി എന്താണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഇഫ് ഷീ ഈസ് ഏബിൾ ടു ആക്സെപ്റ്റ് ഇറ്റ് well and good. If she is not able to, then there's again scope for further conversation. എന്താണ് നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. സെക്കൻഡ് തിങ്, വൈഫ് ഇത് ഓവർ സ്പെൻഡിങ് ആയിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു എന്താ പറയുക, ഒരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതോ, അല്ലെങ്കിൽ ഇത്ര ക്യാപ്പ് നമുക്ക് ഇടാം, ഇത്ര ക്യാപ്പിനുള്ളിൽ ഈ എമൗണ്ട് ഓഫ് മണി ഞാൻ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് എൻ്റെ ഇഷ്ടം, ഈ പൈസ പാർട്ട്ണർ വൈഫ് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് വൈഫിൻ്റെ ഇഷ്ടം. നോബഡി ഹാസ് എ സേ ഓൺ ദാറ്റ്. സോ ദാറ്റ് നമുക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ മുമ്പോട്ട് നീങ്ങാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ നീഡ്സ് നടക്കുന്നുമുണ്ട്. സോ മേ ബി ദാറ്റ് ഈസ് വൺ ഓഫ് ദ സൊല്യൂഷൻസ് ദാറ്റ് ദേ ക്യാൻ ഗോ അഹെഡ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചു വന്ന എല്ലാ കാര്യങ്ങളും വന്നു നിന്നത് ഒറ്റൊരു വേർഡിലേക്കാണ്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ കപ്പിൾസിൻ്റെ ഇടയിൽ ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും വഴികൾ, എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കോൺഷ്യസ് എഫേർട്ട് എടുത്തിട്ട് ഇത് മാറ്റാൻ ശ്രമിക്കാൻ പറ്റും. ജോൺ ഗോട്ട്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഒരു തിയറി ഇറക്കിയിരുന്നു, 4 ഹോസ്പിറ്റൽ ഓഫ് എപ്പോക്കാലിപ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ക്രിറ്റിസിസം, കണ്ടെംപ്റ്റ്, സ്റ്റോൺ വാളിങ് ആൻഡ് ഡിഫെൻസീവ്നെസ് ആണ്. അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുകളിൽ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവാം. ക്രിറ്റിസിസം എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കുക, അപ്പുറത്തുള്ള പാർട്ട്ണറിനെ എന്തെങ്കിലും കാരണവശാൽ എപ്പോഴും നീ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും ഓർമ്മക്കുറവാണ്, നീ ഒന്നും മര്യാദയ്ക്ക് ചെയ്യില്ല, അതെ, നമ്മൾ വളരെ ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു ആ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം ഒരു കുറ്റം ഉണ്ടാവും. അങ്ങനത്തെ രീതിയിലുള്ളൊരു കോൺവെർസേഷൻ എപ്പോഴും ഒരു കൺസേണിലേക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് അവരെ ദാറ്റ് ക്യാൻ ഹേർട്ട് ദെം, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നേക്കാം, അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള തോന്നൽ വന്നേക്കാം. കണ്ടെംപ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളെ ഒരു വില ഇല്ലാതെ വർത്താനം പറയുക. അതായത് നിനക്കിതിനെക്കുറിച്ചൊക്കെ എന്തറിയാം, ഒരു പുച്ഛിക്കുക എന്നുള്ള രീതിയിൽ, ഒരു പുച്ഛഭാവത്തിൽ സംസാരിക്കുക. നിനക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് എന്തറിയാം, നിനക്ക് കാറുകളെ കുറിച്ച് എന്തറിയാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പിനെ കുറിച്ച് എന്തറിയാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതുപോലത്തെ പല രീതികളിലും നമ്മൾ കണ്ടെംപ്റ്റ് നമ്മളുടെ എന്താ പറയുക കോൺവെർസേഷൻ്റെ ഒരു ഭാഗമാകുമ്പോൾ സെയിം തിങ് അവിടെ വീണ്ടും ഡിസ്റെസ്പെക്റ്റ് വരികയാണ്. അനദർ വൺ ഇസ് ഡിഫെൻസീവ്നെസ്. ഡിഫെൻസീവ്നെസ് എന്ന് പറയുന്നത് ഞാൻ അപ്പുറത്തുള്ള ആളെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്ത് സംസാരിക്കാൻ പോകുമ്പോഴത്തേക്കും എൻ്റെ പാർട്ട്ണർ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ അവനവനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ കൊണ്ടുവന്ന് ആ കോൺവെർസേഷൻ അവിടെ കട്ട് ഓഫ് ആവുകയാണ്. അപ്പോഴത്തേക്കും കോൺവെർസേഷൻ വേറെ ചാനലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. സോ അവിടെ എന്താ ഉണ്ടാവണത്, ഒരാളെ അറ്റാക്ക് ചെയ്യും, അപ്പുറത്തെ ആൾ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളൊരു ഇതിലാവും. ആ കോൺവെർസേഷൻ അവിടെ പ്രൊഡക്റ്റീവായി മാറുന്നില്ല. നമ്മളവിടെ എന്തായിരുന്നു കൺസേൺ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളതാണ് സ്റ്റോൺ വാളിങ്. സ്റ്റോൺ വാളിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കട്ടിങ് ഓഫ് ഫ്രം ഹാവിങ് എനി കൈൻഡ് ഓഫ് കോൺവെർസേഷൻ. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു വാക്തർക്കമുണ്ടായി, ഞാനും എൻ്റെ പാർട്ട്ണറും തമ്മിൽ ഒരു വാക്തർക്കമുണ്ടായി, വാക്തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് നീ ഇയാളായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ദേഷ്യം കാരണം ഞാൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യാണ്. 1 മണിക്കൂർ
ഒരു ദിവസം 2 ദിവസം 3 ദിവസം, ചിലപ്പോൾ അത് ഓരോ കപ്പിൾസിൻ്റെ ഇടയിലുള്ള കൺസേണിനനുസരിച്ചും അവരുടെ ബിഹേവിയറിനനുസരിച്ചും അവരുടെ ഇഷ്യൂവിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചും അതിൻ്റെ ടൈം നീണ്ടുകൊണ്ടിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ 4 ആസ്പെക്ട്സും കണ്ടംപ്റ്റ്, ക്രിറ്റിസിസം, ഡിഫെൻസീവ്നെസ് ആൻഡ് സ്റ്റോൺ വാളിങ്, ഈ 4 ആസ്പെക്ട്സും ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ അപകടം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെ, അപ്പോകാലിപ്സിൽ ഏറ്റവും വലിയൊരു 4 ഫാക്ടേഴ്സ് ആണ്. അതെ, അതെ. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ പറയുന്ന പോലെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയല്ലേ ഭർത്താവ്, അല്ലെങ്കിൽ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും? ഇപ്പൊ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, കുറച്ചൊക്കെ കുറ്റപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സർട്ടൻ ലെവലെത്തി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും. അത് പറഞ്ഞ കുറ്റം അല്ലെങ്കിൽ പരാതിയെ പറയാനുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് വരും. ഇത് നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ സാധിക്കും? ഇത് അഡ്രസ് ചെയ്യുന്നത് തന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. സോ പ്രോബബ്ലി ഇത് കേൾക്കുന്ന ആൾക്കാരാണെങ്കിലും റീഡയറക്റ്റ് ദിസ് ക്വസ്റ്റ്യൻ ടു യുവർ സെൽഫ്. ഞാൻ എൻ്റെ പാർട്ട്ണറിൻ്റെ ഒപ്പം സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അടി ഉണ്ടാക്കുമ്പോൾ ഇത്തരം രീതികളിലോ ഈ ഒരു ശൈലിയിലുള്ള കൺസേൺസ് നമ്മുടെ ഇടയിൽ വരാറുണ്ടോ? ഈ ഒരു ശൈലിയിലുള്ള ഭാഷയാണോ ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്താൻ പറ്റുമോ നോക്കി നോക്കൂ. ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഒറ്റയ്ക്ക് എന്നാണെങ്കിൽ സീക്ക് തെറപ്പി. കപ്പിൾസ് തെറപ്പി ഈസ് സംതിങ് യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ. അവിടെ നമ്മൾ എന്താ ഉണ്ടാവുന്നത്, നമ്മൾ കപ്പിൾ തെറപ്പിയിൽ 2 പേരുടെയും സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടാവുക. സോ വൺസ് ദേ ആർ അവെയർ, നമ്മൾ കുറച്ചുകൂടി മൈൻഡ്ഫുള്ളായിട്ട് ആ ഒരു ഭാഷ മാറ്റാൻ ശ്രമിക്കും. ഇപ്പോൾ എനിക്ക് അവെയറാണ്, ഞാൻ എന്ത് പറയുമ്പോഴും ഞാൻ കുറച്ച് ഡിഫെൻസീവ് ആണ്. ശരിയാ, ഞാൻ എന്തുകൊണ്ടാണ് ഡിഫെൻസീവ് ആവണം? എനിക്ക് അപ്പുറത്തുള്ള ആൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് എനിക്ക് ഡിഫെൻസീവ് ആവണത്. അടുത്ത പ്രാവശ്യം ഒരു അടി ഉണ്ടാവുമ്പോൾ ഒന്ന് പോസ് ചെയ്യൂ, ഓക്കെ, എന്നിട്ട് പറയൂ, സി നമ്മളിപ്പോൾ വീണ്ടും നമ്മളുടെ അതേ പാറ്റേണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എൻ ആക്റ്റീവ് സ്റ്റെപ്പ് യു ക്യാൻ ടേക്ക് ടു കട്ട് ദിസ് ചെയിൻ. ഈ ഒരു ചെയിൻ റിയാക്ഷൻ ഇതിങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ചെയിന് കട്ട് ചെയ്യുക എന്നുള്ളത് ഇതിലൂടെ സാധിക്കും. ഇപ്പോൾ കപ്പിൾസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോസ് ഒരാൾ ഇപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കാം, വളരെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന ആളാണ്, വളരെ പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും. ചിലപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി വിട്ടിട്ട് ആള് വളരെ കൂളാവും. ഇങ്ങനെ വരുന്നൊരു കേസിൽ എങ്ങനെ ഡീൽ ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഒരു വൈഫാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ സ്ട്രെസ്ഡ്, മേ ബി വർക്ക് റിലേറ്റഡ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ റിലേറ്റഡ് ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ജനറലി എങ്കിൽ എങ്ങനെ നമുക്ക് അതുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും? എങ്ങനെ നമുക്കൊരു ചേഞ്ച്? ഐ തിങ്ക് അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഈ ആങ്കർ മാനേജ്മെൻറ്റ് ഇഷ്യൂ ഉള്ള പാർട്ട്ണറുടെ അടുത്ത് നമ്മൾ കുറച്ചും കൂടി ഇമോഷണൽ റെഗുലേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്, മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. അതായത് ടു ബി ഇൻ കണക്ട് വിത്ത് യുവർ സെൽഫ്. എനിക്ക് എൻ്റെ മുകളിലൊരു നിയന്ത്രണം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻ്റെ മുകളിലൊരു നിയന്ത്രണം ഉണ്ടാവുന്നത് ഈസ് ഒൺലി വെൻ എനിക്ക് എന്താണ് ഞാൻ അണ്ടർഗോ ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാലാണ്. ചിലപ്പോൾ കുറച്ച് കൺസേൺസ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അതൊന്നും കേൾക്കാനുള്ള ഒരു മൈൻഡ് സ്പേസിലായിരിക്കില്ല. ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരാൾ പ്രോബബ്ലി അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു പോയിന്റിൽ അയാൾ ചിലപ്പോൾ പോസ് ചെയ്യാറ്. അയാൾ റെസ്പോണ്ട് ചെയ്യുകയായിരിക്കും ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ്. റെസ്പോണ്ടിങ് ആൻഡ് റിയാക്ടിങ് രണ്ട് സാധനങ്ങളാണ്. റിയാക്ട് ചെയ്യുന്ന ആളിനെ കുറിച്ചാണ് ഇപ്പോൾ നദീം ഒരു എക്സാമ്പിൾ തന്നത്. ഒരു റെസ്പോണ്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾ പ്രോബബ്ലി ഒന്ന് പോസ് ചെയ്യും, ഒന്ന് ഇന്റേണലി ഒന്ന് കണക്ട് ചെയ്യുമായിരിക്കും. എന്താണ് വാട്ട്സ് ഗോയിങ് ഓൺ വിത്ത് ഇൻ മൈ സെൽഫ്, ഹൗ എം ഐ ഫീലിംഗ്, am I exhausted? ഞാൻ ഓൾറെഡി എക്സോസ്റ്റഡ് ആയിട്ടാണ് അവിടെ വരുന്നത്. എനിക്കിതിപ്പോൾ കേൾക്കാനുള്ള ക്ഷമ ഉണ്ടോ, അതിനുള്ള പേഷ്യൻസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഐ ടേക്ക് എ പോസ്, I get back to my partner and I tell my partner, see,
ഐ നോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു, ഐ നോ നിനക്കിപ്പോൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടാവാം, എനിക്കൊരു കുറച്ച് നേരത്തെ സമയം തരൂ, ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ ഒരു തോട്ടിലാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പേസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നൊന്ന് അൺവൈൻഡ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണം. അത് കഴിഞ്ഞ് ഉടനെ ഞാനിത് അഡ്രസ്സ് ചെയ്യാൻ വരാം. ഇങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്ന ഒരാൾ പ്രതികരിക്കുക, ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ട് ചെയ്യുന്ന ഒരാൾ പ്രോബബ്ലി അപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ബ്ലാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിൽ അവർ റിയാക്ട് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആയിരിക്കാം. ഇപ്പൊ ഈ പറയുന്ന പോലെ റെസ്പോണ്ട് ചെയ്താലും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവണമെന്നില്ലല്ലോ. തീർച്ചയായിട്ടും പലപ്പോഴും ഈ പറയുന്ന പോലെ ലേഡീസിന്റെ കേസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പറയും, എന്നോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ സമയമില്ല, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ എന്നെ ഒഴിവാക്കി എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ പറയാണ്. ഇപ്പൊ ഞാൻ അത്ര നല്ല മൂഡിലല്ല, കുറച്ച് നേരം എന്താ അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നെ ഒഴിവാക്കി, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ എടുക്കുന്ന ലേഡീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും ഈ പറയുന്ന പോലെ നമ്മൾ എഫക്റ്റീവ്ലി നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉദ്ദേശിച്ചാലും പലപ്പോഴും കേൾക്കുന്ന ആള് ആ ഒരു രീതിയിൽ എടുക്കണമെന്നില്ല. അല്ലെങ്കിൽ നമ്മളൊരു കൺസേൺ പറഞ്ഞു കഴിഞ്ഞാൽ ആ കേൾക്കുന്ന ആൾ ആ ഒരു രീതിയിൽ എടുക്കണം എന്നില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നത് അത് ലേഡീസ് മാത്രം ഫേസ് ചെയ്യുന്ന ഒരു കൺസേൺ അല്ല, പലപ്പോഴും ആണുങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു കൺസേൺ ആണ്, കപ്പിൾസിൻ്റെ ഇടയിൽ പൊതുവേ കാണുന്ന ഒരു കൺസേൺ ആണ്. ആൻഡ് സെക്കൻഡ്ലി അങ്ങനെ അവരത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവണം എന്നുണ്ടെങ്കിൽ, അതായത് ഞാനിതൊക്കെ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിതൊന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിന് മുന്നേയും ഞാനിത് പറഞ്ഞിട്ടും നമ്മളിതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല, എനിക്ക് സമയമൊന്നും തരാൻ പോണില്ല എന്നുള്ള ഒരു രീതിയിലാണ് അവരത് അഡ്രസ്സ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനർത്ഥം അവിടെ അണ്ടർലൈങ് ആയിട്ടുള്ള ഇതിന് മുന്നത്തെ കുറച്ച് കൺസേൺസ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കൺസേൺസ് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഐ തിങ്ക് ഈ പാറ്റേണിന് എങ്ങനെയായാലും നമ്മൾ ബ്രേക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്ന്, പാർട്ട്ണർക്ക് റീഅഷ്യൂറൻസ് കൊടുക്കുക, ഇല്ല ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഇത്, എനിക്ക് ശരിക്കും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഒരു ഹെവി വർക്ക് ലോഡ് കഴിഞ്ഞിട്ടുള്ളൊരു ഡേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീട്ടിലെത്തണത്, എൻ്റെ മൈൻഡ് എനിക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ലൈക്ക് ടോക്കിംഗ് ഫ്രം യുവർ ഹാർട്ട്, ബീയിങ് വൾണറബിൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ ഒരു പോയിന്റിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് എത്രത്തോളം ഓപ്പണായിട്ടും വളരെ നാച്ചുറലായിട്ടും ഒന്നും നമ്മൾ ഉണ്ടാക്കി പറയുന്ന ഒന്നുമല്ല, നമ്മൾ ഓണസ്റ്റായിട്ട് പറയുകയാണ്, ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ടാണ് എനിക്കിത് സംസാരിക്കാൻ പറ്റാത്തത്, എനിക്ക് കുറച്ച് സമയം തരൂ, അല്ലെങ്കിൽ എനിക്ക് ഒരു ദിവസത്തെ സമയം തരൂ, നിങ്ങൾക്ക് ഒരു ഇത്തിരി മണിക്കൂർ പോരാ, അതിലും കൂടുതൽ എക്സോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ സമയം തരൂ എന്ന് പറയാം. വൈഫ് ഇത് മാറ്റി പറയണം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ, ഏത് പാർട്ട്ണറാണെങ്കിലും വൈഫോ ഹസ്ബൻഡോ ആരാച്ചാൽ ഇത് മാറ്റി പറയണം എന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആളും പ്രൊആക്റ്റീവ്ലി ഇത് അഡ്രസ്സ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എടുക്കണം. അപ്പം ഇത് മറന്നു പോവുക എന്നുള്ളൊരു അവസ്ഥയിലോ, അല്ലെങ്കിൽ ഇത് അഡ്രസ്സ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് അവർക്ക് ഒരു തോന്നൽ വരണത്, ഞാൻ എന്ത് പറഞ്ഞാലും അത് തള്ളിക്കളയാണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ തിരിച്ചു പോയിട്ട് അത് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ദേ വിൽ ഓൾസോ ഫീൽ വാല്യൂഡ്. അവർക്കും തോന്നും, ഓക്കെ എൻ്റെയും കൺസേൺസ് അവർ റെസ്പെക്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് നിന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഇത് എന്താ പറയുക, എക്സോസ്റ്റഡ് ആയി വരുന്ന പാർട്ട്ണർക്കും തോന്നും, ഓക്കെ എൻ്റെ പാർട്ട്ണർ എനിക്ക് വേണ്ട സ്പേസ് തന്നു എന്നുള്ള. അവിടെ ഇപ്പോൾ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യാണ്. സോ ഇത് നിങ്ങളൊരു പ്രാക്ടീസ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, പലപ്പോഴും ഇതൊരു പ്രാക്ടീസായി കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഐ തിങ്ക് ദാറ്റ്സ് എ ഹെൽത്തിയർ വേ ടു ഡീൽ വിത്ത് ദിസ് കൺസേൺ. അപ്പോൾ നമ്മൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, അത്യാവശ്യം 3-4 വീഡിയോക്കുള്ള ഒരു കണ്ടന്റ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇത് പലർക്കും ഒരുപാട് യൂസ്ഫുൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഉണ്ട്, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സൈക്കോളജിക്കലി എന്നുള്ള രീതിയിൽ ഉണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് കണക്ട് ചെയ്യണം, ഓർ യു നീഡ് ഹെൽപ്പ് എന്നാണെങ്കിൽ അഭിരാമി ഈസ് ഓൾവേസ് ദെയർ. ആളുടെ ഡീറ്റെയിലുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്.